ഇല്ലാട്ടുകളെ നമ്മുടെ അഖിൽ മാരാറട്ടൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പണ്ടത്തെ ഒരു ഫ്ലഡിന്റെ ഫ്ലഡിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ കുറെ കണക്കും കാര്യങ്ങളൊക്കെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇട്ടില്ലാട്ടല്ലേ. അപ്പൊ നോക്കിയാണ് പ്രൊഫൈല്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്നേഹ പടയ എന്ന് പറഞ്ഞൊരു ചേച്ചി കേട്ടോ. സ്നേഹ പടയ മെമ്പർ ഓഫ് ത്രിതല പഞ്ചായത്ത് എന്നാണ് ബയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു വീഡിയോ ഇട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറട്ടൻ്റെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേട്ടൻ പറഞ്ഞു കെൽട്രോൺ ലാപ്ടോപ്പ് വാങ്ങി കണക്ക് കാര്യങ്ങളൊക്കെ ഇട്ടില്ലല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലേ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കണക്കിട്ടപ്പോൾ ചേച്ചി ഒന്ന് പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളതിലായിട്ടല്ലേ. അപ്പം നമ്മളൊക്കെ ആദ്യം ഒന്ന് കാണാനില്ലല്ലേ സംഭവം. എനിക്ക് വളരെ കൺഫ്യൂഷൻ എന്താ സംഭവം, ആദ്യം പറയുന്നത് ശരി എന്നൊക്കെ. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ബിഗ് ബോസ് കാണിച്ച ചെപ്പടി വിദ്യകളും കൊണ്ട് ചിലർ ഗവൺമെന്റിനെയും CMDRF കൈകടത്തി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ യാതൊരു ഡാറ്റാബേസും ഇല്ലാത്ത അത്തരം ആരോപണങ്ങൾ നമുക്ക് ഡാറ്റ വെച്ച് പൊളിക്കാം. അപ്പൊ ആദ്യം തന്നെ ആരോപണത്തിലേക്ക് കിടക്കാം. CMDRF നിന്ന് KSFക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാനായി 81.43 കോടി രൂപ നൽകി. അപ്പൊ നമുക്ക് സാഹചര്യം ഒന്ന് പരിശോധിക്കാം. COVID-19 ആണ് സാഹചര്യം. ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടരായിരുന്നു വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഒന്നും ഇല്ലാത്തവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതായി. അത് മനസ്സിലാക്കിയ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവൺമെന്റും ഒക്കെ നിരവധിയായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു പദ്ധതിയാണ് വിദ്യാശ്രീ എന്നുള്ള പദ്ധതി. KSFയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയാണത്. ഡെല്ല്, ലെനോവോ പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ലാപ്ടോപ്പിന് 18,000 രൂപ നിരക്കിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കൾക്ക് ഇത്തരത്തിൽ തവണകളായി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം. അപ്പൊ പദ്ധതിയുടെ പേര് വിദ്യാശ്രീ. KSFയുടെ ആണ്. ഒരു ലാപ്ടോപ്പിന് 18,000 രൂപ. ഇനി രണ്ടാമത് ഗവൺമെന്റ് എന്ത് ചെയ്തു? പട്ടികവർഗ്ഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിദ്യാകരണം എന്ന പേരിൽ കൈറ്റ് മുഖേന ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അതും ഇത്തരത്തിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഗവൺമെന്റ് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ നിരക്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് തന്നെ ആയിട്ട് KSF എന്ത് ചെയ്യുന്നുണ്ട്? 18,000 രൂപ നിരക്കിൽ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ താരതമ്യേന വില കുറവാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയുള്ള ലാപ്ടോപ്പ് കൂടിയാണ്. അപ്പോൾ KSF ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത ലാപ്ടോപ്പുകളിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? ലാപ്ടോപ്പുകൾ അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഏകദേശം 45,313 ലാപ്ടോപ്പുകൾ ഗവൺമെന്റ് KSFയുടെ സ്റ്റോക്കിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അങ്ങനെ ഏകദേശം 18,000 രൂപ നിരക്കിൽ 45,313 ലാപ്ടോപ്പുകളാണ് ഗവൺമെന്റ് വാങ്ങിക്കുന്നത്. അതിന് മൊത്തം ചെലവായ തുക എന്ന് പറയുന്നത് 81.43 കോടി രൂപയാണ്. അതായത് KSFക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കാനല്ല ഗവൺമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പകരം CMDRFൽ നിന്ന്, ഈ CMDRFന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വലിയ രീതിയിലുള്ള സംഭാവന വരുന്നത്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് CMDRFന്റെ ഉദ്ദേശം. അപ്പൊ COVID-19 സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? CMDRFലെ ഫണ്ട് ഉപയോഗിച്ചു. അപ്പൊ അത് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അല്ലാതെ ചിലർ പറയുന്ന പോലെ KSFക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകുകയല്ല ചെയ്തത് ഗവൺമെന്റ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഇഷ്യൂവിൽ ഏകദേശം 5 കോടി രൂപയാണ് KSF CMDRFലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള KSFയെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ബാധ്യത എന്തില്ല ഗവൺമെന്റിന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് CMDRFൽ നിന്ന് ഓരോ രൂപയും ചെലവാക്കിയിട്ടുള്ളത്. ഇത് എന്നെ പോലെ ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അറിയണമെന്ന ആഗ്രഹമുള്ള ആർക്കും അന്വേഷിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അതിന് പകരം ജനങ്ങൾ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുക, വ്യാജ പ്രചരണങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതാണ് ഇല്ലടല ചേച്ചി പറഞ്ഞത്. സ്നേഹ പടയൻ എന്ന ചേച്ചി പറഞ്ഞത് അതാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSFക്ക് ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തതല്ല. അത് നമ്മൾക്ക് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ആ ഫ്ലഡ് വന്ന സമയത്ത് കുട്ടികളുടെ പഠനം കാര്യങ്ങളൊക്കെ മുടങ്ങി. സംഭവം ശരിയാണ് ഇല്ലടല്ല. ആ കോവിഡ് വന്ന സമയത്തും മുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റാത്ത ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഫുള്ള്. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വഴി അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയായിരുന്നു പഠനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചതെന്നാണ് ചേച്ചി പറയുന്നത് ഇല്ലടല്ല. അപ്പോൾ ഇതിൽ ആര് പറയുന്നത് ശരി എന്നുള്ളത് അറിയില്ല. അഖിലേട്ടൻ അങ്ങനെ പറയുന്നുണ്ട്. അഖിലേട്ടൻ പിന്നെ ഒരു വീഡിയോ ഇട്ടില്ലടല്ല. പിന്നെ പേപ്പറിലും കാര്യങ്ങളൊക്കെ അഖിലേട്ടനെ കുറിച്ച് എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ് ഇല്ലടല്ല. അപ്പോൾ നമുക്ക് എന്താ വിശ്വസിക്കുക എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇല്ലടല്ല. ഇനിയും നമുക്ക് ആദ്യം കൺഫ്യൂഷൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അഖിലേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു, അപ്പോൾ ഈ ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടു. നോക്കാം നമുക്കും ഈ വെബ്സൈറ്റ് ഒന്ന് നോക്കണം കേട്ടോ. കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എന്തായാലും ഞാൻ നോക്കാം നോക്കിയിട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് വീഡിയോ ചെയ്യാൻ. അപ്പോൾ അതേ പറയാനുള്ളൂ.